Hi guys, this is your cinematic Mallu. So, മന്ദാകിനി ഡയറക്റ്റഡ് ബൈ വിനോദ് ലീല. സ്ക്രിപ്റ്റ് രണ്ടുപേരാണ്, ഷിജു എം ഭാസ്കറും ഷാലു. രണ്ടുപേരാണ് സ്ക്രിപ്റ്റിങ് ഹാൻഡിൽ ചെയ്തേക്കണേ. കാസ്റ്റ് എന്ന് പറയുമ്പോൾ അൽത്താഫ്, അനാർക്കലി മരക്കാർ, അശ്വതി ശ്രീകുമാർ, വിനീത് തട്ടിൽ. പിന്നെ ഇതൊരു എന്താ പറയുക, ഒരു ഡയറക്ടേഴ്സ് യൂണിയൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അൽത്താഫ് ഹിംസെൽഫ് ഈസ് എ ഡയറക്ടർ, ജിയോ ബേബി ഉണ്ട്, ലാൽ ജോസ് ഉണ്ട്, പിന്നെ ജൂഡുണ്ട്. അങ്ങനെ എൻ്റെ എങ്ങനെ ഫീൽ ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു പ്രോഗ്രഷൻ ആയിട്ടാണ് എനിക്ക്, ലൈക്ക് ഒരു ഗ്രാഫ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് തുടക്കം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് അൽത്താഫിൻ്റെ ഫാമിലീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സീൻ, അതെനിക്ക് നൈസായിട്ട് ഫീൽ ചെയ്തു. അത് മുതൽ ആ തുടക്കം മുതൽ ഒരു പ്ലോട്ട് ട്വിസ്റ്റ്, ഏതൊരു സിനിമയിൽ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടാവുമല്ലോ, ആ ഒരു ട്വിസ്റ്റ് സംഭവം അവർ ഉദ്ദേശിക്കുന്നത് അതുവരെ നൈസായിരുന്നു. എന്താ പറയുക, ആ ഒരു വൈബ് പിടിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഞാൻ കണ്ടൊരു എന്താ പറയുക പോർഷനാണ് അവിടെ വരെ. പിന്നെ അങ്ങോട്ട് ആ പ്ലോട്ട് ട്വിസ്റ്റ് തുടങ്ങി, പിന്നെ അങ്ങോട്ട് താഴ്ത്തിയിട്ട് പോയി. അതായത് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് താഴ്ത്തിയിട്ട് പോയി. ഒരു രീതിയിലും പിന്നെ സ്ക്രിപ്റ്റിംഗ് പൊങ്ങി വരുന്നില്ല ടിൽ ദ ക്ലൈമാക്സ് വരെ. ആ ഒരു പോർഷനിൽ അത്രയും ലോ ആയിട്ടാണ് എനിക്ക് സ്ക്രിപ്റ്റിംഗ് തോന്നിയത്. പിന്നെ ക്ലൈമാക്സ് വന്നപ്പം എന്താ പറയുക, കയറി വന്നു. ക്ലൈമാക്സ് എന്ന് പറയുമ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ ഒരു വിനീത് തട്ടിലിൻ്റെയും അതുപോലെ തന്നെ അൽത്താഫിൻ്റെ അമ്മയുടെ ക്യാരക്ടറിൻ്റെയും ഒക്കെ ഒരു ഷോ ആണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പം അൽത്താഫിൻ്റെ ഒരു ഡയലോഗ് ഡെലിവറിയാണ് എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത്. കാരണം പുള്ളിക്കാരൻ എന്താ പറയുക, ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കൊടുത്ത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു റിയൽ ലൈഫിൽ ദേഷ്യപ്പെടില്ല എന്ന്. അതുപോലെ തന്നെയാണ് ഇതിലും. കാരണം അത്രയും രസമാണ് ഇതിൽ അൽത്താഫിൻ്റെ ഡയലോഗ് ഡെലിവറി കേൾക്കാൻ. ത്രൂ ഔട്ട് ദ മൂവി അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. അതുകൊണ്ട് തന്നെ അനാർക്കലി മരക്കാരായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, വിനീത് തട്ടിൽ ആള് പടം മുഴുവൻ എന്താ പറയുക, ഹി സ്റ്റോൾ ദ ഷോ എന്ന് വേണമെങ്കിൽ പറയാം. അൽത്താഫിൻ്റെ ഒരു അളിയൻ ക്യാരക്ടറാണ് ഇതിൽ ചെയ്തേക്കണേ. ആള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഗണപതി ആയാലും ഈ പറഞ്ഞ എന്താ പറയുക, ആ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിങ് താഴത്ത് പോയി എന്ന് പറഞ്ഞ പോർഷനിലാണെങ്കിൽ പോലും ഗണപതിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാരൻ്റെ റോള്. അങ്ങനെ പക്ഷെ എനിക്ക് ഇതിൽ ഒരു എന്താ പറയുക, കല്ലുകടിയായിട്ട് അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയത് ലാൽ ജോസിൻ്റെ റോളാണ്. എന്തിന് ലാൽ ജോസിന് ഇതിൽ? കാരണം ഒരു രീതിയിലും ഈ സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയില്ല ലാൽ ജോസിൻ്റെ ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ജാഫർ ഇടുക്കിയുടെ ക്യാരക്ടർ വെറുതെ ആ ഒരു സീനേ ആവശ്യമില്ല ഈ സിനിമയിൽ. എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ പ്ലോട്ട് ട്വിസ്റ്റിന് ശേഷം അത്രയും താഴത്ത് പോയ ആ ഒരു പോർഷനിലാണ് ആ സീൻ വരണേ. ഒരു കാര്യമില്ല ആ സീനിന് ഇതിനകത്ത്. വെറുതെ ജാഫർ ഇടുക്കിനെ പിടിച്ചിട്ടു ഇതിനകത്തേക്ക്. അങ്ങനെ ഈ രണ്ട് ക്യാരക്ടേഴ്സ്, ലാൽ ജോസിൻ്റെയും ജാഫർ ഇടുക്കിയുടെയും ക്യാരക്ടേഴ്സാണ് എനിക്കിതിൽ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയത്. ബാക്കി എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് നന്നായിരുന്നു, അവർ നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജൂഡിൻ്റെ ആ ഭാഗത്തെ കോമഡി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ജൂഡിൻ്റെ ഒരു സീനായാലും ഈ എന്താ പറയുക, സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ലോ ആയി എന്ന് എനിക്ക് തോന്നിയ ആ സീൻ ടിൽ ദ ക്ലൈമാക്സ്, ആ ഒരു പോർഷനിൽ ഒരു സീനാണത്. പക്ഷേ ആ ഒരു പോർഷൻ ഓഫ് ദാറ്റ് സീൻ, ജൂഡിൻ്റെ ഒരു ക്യാരക്ടർ വരുന്ന സീൻ, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ മ്യൂസിക് പാട്ടുകളായാലും നന്നായിട്ടുണ്ടായിരുന്നു. ഗണപതി, അനാർക്കലി വരുന്ന കോംബോ വരുന്ന പാട്ടുകൾ, അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ പാട്ടുകൾ രസമായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിലൊക്കെ പാട്ടുകൾ, അൽത്താഫ് അനാർക്കലി കോംബോ വരുന്ന പാട്ടുകളൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. ഈവൺ ഈ എന്താ പറയുക, ആ ഒരു പോർഷൻ, അതായത് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് താഴെ പോയി എനിക്ക് ഫീൽ ചെയ്ത ആ ഒരു പോർഷൻ ഇതിൽ പോലും വന്ന പാട്ട് പോലും നൈസായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു അത്. അങ്ങനെ ഓൾ ഇൻ ഓൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ തുടക്കം മുതൽ പ്ലോട്ട് ട്വിസ്റ്റ് വരെ നല്ല രസമായിട്ടിരുന്ന് കണ്ടു. പിന്നെ അങ്ങോട്ട് താഴത്തോട്ട് പോയി. ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ ജൂഡ് ആൻ്റണിയുടെ ഒക്കെ സീന് അങ്ങനെ അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ഗ്രാഫായിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രാഫായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഇങ്ങനെ രസമായിട്ട് കണ്ടു വന്നു, ഒന്ന് താഴെ പോയി, ക്ലൈമാക്സ് ആയപ്പോൾ വീണ്ടും കയറി. ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെയാണ് എനിക്ക് മന്ദാകിനിയെ പറ്റി തോന്നിയത്. ആൻഡ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് see you guys in the next video. Till then, this is your cinematic Mallu.
സൈനിങ് ഓഫ്.